Welcome. The next problem is a hexagonal pyramid of base 20 mm, height 50 mm, resting on its base edge on HP, such that the axis is inclined 30 degree to HP and 40 degree to XY line in top view. Draw the projection. Okay. Here I show you a hexagonal pyramid. Okay. 6 edges are there. 1, 2, 3, 4, 5, 6. Okay. And 6 triangular faces are there. Okay. This is the top face or hexagonal face, and this is the triangular faces, and this portion is called the apex of the pyramid. Okay. So this is a top view. A hexagonal pyramid of base 20 mm, height 50 mm, resting on one of its base edge on HP. The simple position will be like this because the solid is resting on one of its base edge. So the base edge should be perpendicular to the top view. Last class exam problem ഞാൻ പറഞ്ഞിരുന്നു ബേസ് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ബേസ് എഡ്ജ് വരും. ഓക്കെ, ഇപ്പൊ സപ്പോസ് ദ സോളിഡ് ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് കോർണർ ഓൺ HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പൊസിഷൻ എങ്ങനെ വരും? ഇതുപോലെ വരും. റൈറ്റ് സൈഡിൽ ഒരു ബേസ് കോർണർ വരും, ഒരു ബേസ് എഡ്ജ് XY ലൈന് പാരലായിട്ടിരിക്കും. ഓക്കെ, എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സപ്പോസ് ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഇൻക്ലിനേഷൻ, ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഇതായിരിക്കും. അപ്പോൾ ഫ്രണ്ട് വ്യൂ നമ്മൾ ഇൻക്ലിനേഷൻ കൊടുക്കുന്നു. ഇൻക്ലിനേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ എഡ്ജ് ആയിരിക്കും HP റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ടോപ്പ് വ്യൂ എങ്ങനെ വരും? ഇങ്ങനെ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ സപ്പോസ് ദ സോളിഡ് ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് കോർണർ എന്ന് പറഞ്ഞാൽ സോളിഡ് ഇങ്ങനെ വെച്ചിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു കോർണറിൽ റെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ സിമ്പിൾ പൊസിഷൻ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. ഇപ്പൊ സപ്പോസ് ബേസ് എഡ്ജിലാണെങ്കിൽ XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് ബേസ് എഡ്ജ് വേണം. സപ്പോസ് ദ സോളിഡ് ഈസ് റെസ്റ്റിംഗ് ഓൺ ഓഫ് ബേസ് കോർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പൊസിഷൻ വരക്കുമ്പോൾ ഇങ്ങനെ വേണം വരക്കാൻ. ഓക്കെ, സോ ലെറ്റ് us start. ഫസ്റ്റ് ഓഫ് ഓൾ ബേസ് ഈസ് 20 mm. സോ 20 mm ബേസ് നമ്മൾ കോമ്പസിൽ മേക്ക് ചെയ്യുന്നു. ദെൻ റൊട്ടേറ്റ് ചെയ്യുന്നു. ഒരു സോളിഡ് നമ്മൾ വരക്കുവാണ്. Resting on base edge on HP. So the base edge perpendicular ആയിട്ട് വരണം. സോ ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു എഡ്ജ് ഞാൻ ആദ്യം ഇവിടെ വരക്കുന്നു. ആക്സിസ് അല്ലെ ഡയമീറ്റർ കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ വരക്കുന്നു. ഓക്കെ, ദെൻ ആ എഡ്ജിൽ കൂടെ അതിന്റെ സർക്കംഫറൻസ് വരുന്ന 2 പോയിന്റിൽ കത്തി 2 പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. ഇതെല്ലാം തിൻ ലൈൻസ് ആണ് വരുന്നത്. നമ്മുടെ പ്രോബ്ലത്തിന് ആക്ച്വലി ഒരു ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു, വിസിബിലിറ്റി കുറവാണെന്ന്. കാരണം തിൻ ലൈൻസ് വരക്കുന്നത് ചെറിയ ക്വാളിറ്റിയിലിട്ട് കാണുമ്പോൾ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ എല്ലാ ലൈൻസും തിക്കായിട്ടാണ് വരക്കുന്നത്. സോ ഐ തിങ്ക് ഇപ്പോൾ ആ വിസിബിലിറ്റിയുടെ പ്രോബ്ലം നിങ്ങൾക്ക് ഒഴിവാകും. This is a simple position. ഇത് പ്രിസം ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ബട്ട് ഇറ്റ്സ് എ പിരമിഡ്. സോ നമുക്കറിയാം ഇതിന്റെ ടോപ്പ് വ്യൂവിൽ എന്ത് കാണാൻ സാധിക്കും? ഈ സ്ലാൻഡ് എഡ്ജുകളെല്ലാം നമുക്ക് ടോപ്പ് വ്യൂവിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇൻ ദ ടോപ്പ് വ്യൂ ഓൾ ദ സ്ലാൻഡ് എഡ്ജ് ആർ വിസിബിൾ. സോ വി ഷുഡ് ഡ്രോ ദ സ്ലാൻഡ് എഡ്ജ് ഇൻ ദ ടോപ്പ് വ്യൂ. പ്രിസം ആയിരുന്നു എന്നുണ്ടെങ്കിൽ 2 ഹെക്സഗണൽ ഫേസ് മാത്രമേ ടോപ്പിലും താഴെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഒരെണ്ണം വരച്ച് ഇത് ചെയ്യായിരുന്നു. ഇവിടെ സ്ലാൻഡ് എഡ്ജുകൾ പിരമിഡ് ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വരച്ചിരിക്കണം. ഓക്കെ, നമുക്ക് അനോട്ടേഷൻ കൊടുക്കാം. A, B, C, D, E and F.
ഇവിടെ ബ്രാക്കറ്റ്സ് ഒന്നും പോകുന്നില്ല. എന്തുകൊണ്ടാണ്? പ്രിസമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു ബേസ് മുകളിൽ വരും, ടോപ്പ് ഫേസ്. അവിടെയാണ് എയുടെ നേരെ മുകളിൽ വണ്ണ് കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെ ടോപ്പിലൊരു ഫേസ് ഒന്നുമില്ല. ഇവിടെ ഒരു ഒറ്റ എഡ്ജ് അപ്പെക്സ് മാത്രമേ ഉള്ളൂ. അപ്പെക്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പി ക്യൂവിന്റെ ക്യൂ കൊടുക്കാം. അല്ലെ ഞാനിവിടെ പി ബേസിലും ടോപ്പിലെ പോയിന്റിന് ക്യൂ എന്നും കൊടുക്കുന്നു. ദിസ് പോയിന്റ് ഈസ് ക്യൂ ആൻഡ് ദ center is P. The axis is annotated as PQ. Okay. Then the front view വരക്കാം. ഈ ലൈനുകളെല്ലാം തിൻ ലൈൻസ് ആയിരിക്കും വരുന്നത്. ഈ നോട്ട് വരക്കുന്നത് ഞാനിപ്പോൾ തിക്കായിട്ട് വരക്കുവാണ്, ബിക്കോസ് ഇത് കാണുന്നതിന് വേണ്ടി മാത്രം. ഓക്കെ. ദെൻ ആക്സിസിന്റെ ഹൈറ്റ് എത്രയാണ് തന്നിരിക്കുന്നത് നോക്കുക. The height of the axis is given as 50 mm. So from XY line 50 mm length എടുക്കുന്നു, ആക്സിസ് വരക്കുന്നു. ഇവിടെ ആക്സിസ് ചെയിൻ ലൈൻ ആയിട്ടാണ് ആക്ച്വലി റെപ്രസെന്റ് ചെയ്യുന്നത്. ബട്ട് ഹിയർ ബി ടു ക്യൂ എന്ന് പറയുന്ന ഒരു സ്ലാൻഡ് എഡ്ജ്, ഈ ബി ടു ക്യൂ എന്ന് പറയുന്ന ഒരു സ്ലാൻഡ് എഡ്ജ് നമുക്ക് ആക്സിസിന്റെ ഫ്രണ്ടിലുള്ളത് കൊണ്ട് അത് മാത്രം ഇവിടെ കാണിച്ചാൽ മതി. അതിന്റെ ബാക്കിലാണ് ആക്സിസ് വരുന്നത് ആക്ച്വലി. ഓക്കെ. then A to Q and C to Q. സ്റ്റിൽ കുറച്ച് കുട്ടികൾക്ക് ഇതിന്റെ ഏതൊക്കെയാണ് ഹിഡൻ ഏതൊക്കെയാണ് ഡോട്ടഡ് എന്നൊരു സംശയം ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ. ഈ പ്രോബ്ലം വെച്ച് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പറയാം. ഫ്രണ്ട് വ്യൂവില് എ ടു ക്യൂ കാണാൻ പറ്റും, ബി ടു ക്യൂ കാണാൻ പറ്റും, സി ടു ക്യൂ കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ ക്യാൻവിടെ നേരെ താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ 3 എണ്ണം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഈ എ ടു ക്യൂവിന്റെ പുറകില് ഇവിടെ എന്തുണ്ട്? എഫ് ടു ക്യൂ ഉണ്ട്, അത് കാണാൻ പറ്റില്ല. ദെൻ ഇതിന്റെ ബാക്കില് സിയുടെ പുറകില് ഡി ടു ക്യൂ ഉണ്ട്. ഈ ബിയുടെ ബാക്കിൽ ഇ ടു ക്യൂവും ഉണ്ട്. നമുക്കതൊന്നും വിസിബിൾ ആയിരിക്കില്ല. വിസിബിൾ ആയിരിക്കുന്ന ഈ 4 എഡ്ജുകൾ മാത്രം കാണിക്കും. ഇവിടെ മറ്റത് ബാക്കി വിസിബിൾ അല്ലാത്ത ഡോട്ടഡ് കാണിക്കാത്തതിന്റെ കാര്യം അത് ആക്ച്വലി ഇതേ ലൈനിന്റെ തന്നെ ബാക്ക് സൈഡിലായതുകൊണ്ട് നമുക്കത് വീണ്ടും റെപ്രസെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ലാസ്റ്റ് ഒരു പ്രോബ്ലത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു, ഒരു തിക്ക് ലൈനിന്റെ ബാക്കിൽ ഒരു ചെയിൻ ലൈൻ ഉണ്ടെങ്കിൽ ആ ചെയിൻ ലൈൻ കാണിക്കേണ്ട കാര്യമില്ല. ഇതിന്റെ ബാക്കിൽ ഒരു ഡോട്ടർ ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡോട്ടർ ലൈൻ കാണിക്കേണ്ട ആവശ്യവുമില്ല. പ്രയോറിറ്റി എങ്ങനെയാണ് വരുന്നത്? തിക്ക് ലൈനിന്റെ ബാക്കിൽ എന്തുണ്ടെങ്കിലും തിക്ക് ലൈൻ മാത്രം കാണിച്ചാൽ മതി. ഓക്കെ. ദെൻ ഇതിന്റെ ഒക്കെയും പുറകിലായിട്ട് ഒരു തിൻ ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തിൻ ലൈൻ വീണ്ടും വരച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ? ഇതാണ് അതിന്റെ പ്രയോറിറ്റി വരുന്നത്. തിക്ക് ലൈൻ ആയിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി, ദെൻ ചെയിൻ ലൈൻ, ദെൻ ഡോട്ടർ ലൈൻ ആൻഡ് തിൻ ലൈൻ. ഓക്കെ. ദെൻ annotation should be given to the front view also. A dash, B dash, C dash, D dash in bracket and E dash in bracket and F dash also in bracket. Why? As I told you, we can see only A, B, C, D, E, F are behind these corners. So, അത് ബ്രാക്കറ്റ്സിൽ കൊടുത്തു. ദെൻ നമുക്കിവിടെ എന്തോടെ വരുന്നുണ്ട്? ആക്സിസോടെ വരുന്നുണ്ട്. P dash in base with bracket and Q dash. Q dash ബ്രാക്കറ്റ് വേണ്ട, കാരണം Q ഡാഷിനെ ഹൈഡ് ചെയ്യാനായിട്ട് ഫ്രണ്ടിൽ വേറെ കോർണേഴ്സോ എഡ്ജുകളോ ഒന്നുമില്ല. ഓക്കെ. ദെൻ we can give the first inclination of the solid. പ്രിസത്തിൽ നിന്ന് വ്യത്യസ്തമായി പിരമിഡിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. നമുക്ക് പ്രിസത്തിന്റെ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആക്സിസിന്റെ ഇൻക്ലിനേഷൻ 30 ഡിഗ്രി ആയിരുന്നു. 30 ഡിഗ്രി ഇൻക്ലിനേഷൻ ഉള്ള ലൈൻ ഇവിടെ വരച്ചു വേണ്ടി സോളിഡിനെ ഇങ്ങോട്ട് ചരിച്ചെടുത്ത് വെക്കുകയായിരുന്നു ചെയ്തത്. ബട്ട് ഹിയർ നമുക്കത് പോസിബിൾ അല്ല. എന്തുകൊണ്ടെന്നാൽ ആക്സിസിന്റെ പാരലായിട്ടല്ല ഈ എഡ്ജ് ഇരിക്കുന്നത്. ഇപ്പൊ സപ്പോസ് ഇതൊരു പ്രിസം ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആക്സിസിന് പാരലായിട്ടാണ് ഈ എഡ്ജ് ഇരിക്കുന്നത്. സോ ഇതിനെ 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ആക്സിസും 30 ഡിഗ്രി ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻക്ലിനേഷൻ വരുമായിരുന്നു. ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇപ്പൊ സപ്പോസ് ഇതൊരു പ്രിസം ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആക്സിസും ഇതിന്റെ സൈഡിലുള്ള എഡ്ജും പാരലാണ്. സോ ഈ എഡ്ജിന് 30 ഡിഗ്രി ഇൻക്ലിനേഷൻ കൊടുത്ത് ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ആക്സിസ് ഓട്ടോമാറ്റിക് 30 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ഇവിടെ വരുമായിരുന്നു. ബട്ട് ഇൻ കേസ് ഓഫ് പിരമിഡ് ആൻഡ് കോൺ അത് പ്രാക്ടിക്കൽ അല്ല.
കാരണം ഇത് രണ്ടും പാരലല്ല. സോ ഇതിനൊരു 30 ഡിഗ്രി ഇൻക്ലിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് അതേ സെയിം ഇൻക്ലിനേഷൻ ഒരിക്കലും വരില്ല. സോ നമുക്ക് ആക്സിസിന് തന്നെ ഇൻക്ലിനേഷൻ കൊടുക്കണം. അപ്പോൾ അതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് വരക്കാനായിട്ട്. എന്താണ്, നമ്മളിവിടെ 30 ഡിഗ്രി ഇൻക്ലിനേഷൻ കൊടുത്തിട്ട് ഈ സോളിഡ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ വരച്ച് വെക്കുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഇതിന്റെ എഡ്ജ് കറക്റ്റ് XY ലൈന് വരാനോ വരാതിരിക്കാനും ചാൻസുകളുണ്ട്. സോ ഞാനൊരു മെത്തേഡ് പറയാം. നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിന് പകരം ബേസിന് ഇൻക്ലിനേഷൻ കൊടുത്താൽ പോരെ. ദാറ്റ് മീൻസ് ആക്സിസ് 30 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ഇങ്ങനെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഈ ബേസ് എത്ര ഡിഗ്രി ഇൻക്ലിനേഷൻ ആയിരിക്കും, XY ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന 60 ഡിഗ്രി ഇൻക്ലിനേഷൻ ആയിരിക്കും ഇല്ലേ. അപ്പൊ ആക്സിസ് പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് 0 ഡിഗ്രി, ആക്സിസ് ഇവിടെ പെർപെൻഡിക്കുലർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇത് പാരലൽ ആവുക. ഇത് തമ്മിൽ ഒരു 90 ഡിഗ്രിയുടെ ഡിഫറൻസിലാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് തമ്മിൽ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഞാനിവിടെ കാണിച്ചു തരാം. ഈ പോയിന്റിൽ നിന്ന് ഒരു 30 ഡിഗ്രി ഇൻക്ലിനേഷൻ ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാണ്. ഓക്കെ, തിൻ ലൈനാണ് വരച്ചിരിക്കുന്നത്, അവിടെ ഞാൻ തിക്കാക്കിക്കോളാം. ഓക്കെ, ദെൻ അതില് ഞാൻ ബേസ് പ്ലേസ് ചെയ്യുന്നു. പിരമിഡിന് വരുന്ന ഡിഫറൻസ് ഇതാണ്. ഇതിന്റെ ഡിഫറൻസ് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ വരച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 2 പോയിന്റിൽ നിന്നും അതിന്റെ അപ്പെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്ത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു. എനിക്ക് അപ്പെക്സ് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം അതായിട്ടാണ് തോന്നുന്നത്. ഈ 2 ഡിസ്റ്റൻസ് സെയിം ആണ്. ഓക്കെ, അപ്പൊ 2 കോർണറിൽ നിന്നും അതേ സെയിം ഡിസ്റ്റൻസ് എടുത്ത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അപ്പെക്സ് കിട്ടും. അപ്പെക്സ് ഞാൻ തിക്കായിട്ട് വരക്കുന്നു. ദെൻ അതിന്റെ ആക്സിസ് ഞാൻ ഇങ്ങോട്ട് വരക്കുവാണ്. ഇവിടെ ഈ ഇൻക്ലിനേഷൻ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര ഡിഗ്രി ഇൻക്ലിനേഷൻ ആണ്, 30 ഡിഗ്രി ഇൻക്ലിനേഷൻ ആണ് കണ്ടോ. അപ്പൊ ഞാൻ എന്താ അതിന് ചെയ്തേ, ബേസിന് 60 ഡിഗ്രി ഇൻക്ലിനേഷൻ ഈ സൈഡിലേക്ക് കൊടുത്തു. അപ്പൊ ഇത് ഓട്ടോമാറ്റിക് 30 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ഇത് വന്നോളും. ഓക്കെ, ഇത് തന്നെ നമുക്ക് പ്രിസത്തിനും ഫോളോ ചെയ്യാം, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇങ്ങനെ ചെയ്തതിനുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ XY ലൈനിൽ ഈ കോർണർ കറക്റ്റ് ആയിട്ട് വരികയും ചെയ്യും, നമുക്ക് ഇതിന്റെ ഇൻക്ലിനേഷൻ ആക്യുറേറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ പിരമിഡിന്റെ കേസിൽ ബേസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനൊന്നും ചെയ്യണ്ട. ആക്സിസിന്റെ ഇൻക്ലിനേഷൻ തീറ്റയാണ് എന്നുണ്ടെങ്കിൽ ബേസിന്റെ ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കാനായിട്ട് 90 മൈനസ് തീറ്റ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇത് 60 ഡിഗ്രി എടുത്തതുകൊണ്ട് ഇത് 30 ഡിഗ്രി ആയി. എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത് ഇപ്പൊ മനസ്സിലായി കാണും. ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിരിക്കും. സോ ഇവിടുത്തെ ഇൻക്ലിനേഷൻ ഇതും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 90 എപ്പോഴും വരണം. ഓക്കെ, അപ്പൊ 90 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ബേസിന്റെ ഇൻക്ലിനേഷൻ കിട്ടും. സോ നമുക്ക് അനോട്ടേഷൻസ് ഒരിക്കൽ കൂടെ ചെയ്യാം. A ഡാഷ്, B ഡാഷ്, C ഡാഷ്, D ഡാഷ്, E ഡാഷ് ഇൻ ബ്രാക്കറ്റ് ആൻഡ് F ഡാഷ് ഇൻ ബ്രാക്കറ്റ്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു. ഈ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സംശയങ്ങൾ വരാം. 2 കാര്യങ്ങളിലാണ്, ഇപ്പൊ ഈ പറഞ്ഞൊരു കാര്യത്തിലും ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ എഡ്ജിലെ കോർണറിൽ. അപ്പൊ ആ വീഡിയോ ഒരിക്കൽ കൂടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ ഡൗട്ട് ക്ലിയർ ആവും. അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസ് ഒരിക്കൽ കൂടെ കണ്ടു നോക്കുക. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റ്സ് പ്രൊജക്ട് ചെയ്യാം ടോപ്പ് വ്യൂയിലേക്ക്. പോയിന്റ്സ് എല്ലാം താഴത്തേക്ക് പ്രൊജക്ട് ചെയ്തു. സെയിം ഞാൻ ഇവിടുന്ന് പ്രൊജക്ട് ചെയ്യുന്നു. ഹൊറിസോണ്ടലായിട്ട് പ്രൊജക്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ ഈ ലൈനെല്ലാം തിക്കായിട്ടാണ് വരക്കുന്നത്, ബട്ട് ഇതെല്ലാം തിൻ ലൈൻസ് ആണ് വരേണ്ടത്. അപ്പോൾ ഓൾറെഡി നമുക്ക് അത് വിസിബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഫോളോ ചെയ്യുന്നത്. നമുക്ക് അനോട്ടേഷൻസ് കൊടുക്കാം. A, B, C, D, E and F. ഓക്കെ,
ആക്സിസിന്റെ പോയിന്റ് ആയിട്ടുള്ള പി ഇവിടെ വരും. then ടോപ്പ് വ്യൂല് ക്യൂ ഡാഷ്. ഓക്കെ, ദെൻ നമുക്ക് തിക്ക് ലൈൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വരക്കാം. അതിനായിട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബൗണ്ടറി ലൈൻസ് എല്ലാം തിക്ക് ആക്കാം. Q2 ഈ ഒരു ബൗണ്ടറിയാണ്, E2 D ഒരു ബൗണ്ടറിയാണ്, D2 C ബൗണ്ടറിയാണ്, C2 B ബൗണ്ടറിയാണ്, ആൻഡ് Q2 B ഓൾസോ ബൗണ്ടറി. ബൗണ്ടറി ലൈൻസ് എല്ലാം തിക്കാക്കി വരച്ചു. ദെൻ ഇനി ചെയ്യാനുള്ളത് നമുക്ക് ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മുകളിൽ താഴത്തേക്ക് നോക്കുവാണ്. അതായത് ഇപ്പൊ സോളിഡ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻക്ലിനേഷൻ മേക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇരിക്കുകയാണ്. ഇവിടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ട്രയാങ്കുലർ ഫേസ് ഫുള്ള് നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും അല്ലേ? ഓക്കെ, അതായത് അതിന്റെ പേര് ഏതാണ്? CDQ. അപ്പൊ CDQ എന്ന് പറഞ്ഞ ഫേസ് ഫുള്ള് തിക്കാക്കി വരക്കുക. ഓക്കെ, ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്ന പോലെ നിങ്ങൾക്ക് ഈ സോളിഡ് എക്സാമിന് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല മേ ബി. അപ്പൊ ഇത് എങ്ങനെ വരും എന്നൊരു സംശയം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ 1-2 പ്രോബ്ലംസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സോളിഡ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇരിക്കുന്നതെന്ന് ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ടാവും. ഓക്കെ, സോ 3-4 പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ദെൻ ഇനി അടുത്ത ഇൻക്ലിനേഷൻ നമുക്ക് കൊടുക്കണം. അടുത്ത നെക്സ്റ്റ് ഇൻക്ലിനേഷൻ ഇസ് ദ ആക്സിസ് ഇസ് ഇൻക്ലൈൻ 40 ഡിഗ്രി ടു XY ലൈൻ ഇൻ ടോപ്പ് വ്യൂ. അപ്പൊ ടോപ്പ് വ്യൂല് XY ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന 40 ഡിഗ്രി ഇൻക്ലിനേഷനുള്ള പോയിന്റ് ഞാൻ വരക്കുന്നു, ലൈൻ വരക്കുന്നു. അതിലേക്ക് എനിക്കിനി സോളിഡിനെ പ്ലേസ് ചെയ്യണം. അപ്പോൾ ദർ ആർ 2 ഓപ്ഷൻസ്. നമുക്കിപ്പോ ഈ പ്രോബ്ലത്തില് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല സോളിഡ് എങ്ങനെ വരണം എന്ന്. നമുക്ക് 2 രീതിയിൽ ഇത് പ്ലേസ് ചെയ്യാൻ പറ്റില്ലേ? ഈ കിട്ടിയിരിക്കുന്ന ഇൻക്ലിനേഷനുള്ള ഈ ടോപ്പ് വ്യൂ എടുത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്യാം നമുക്ക്. അതായത് അപ്പെക്സ് നിയറർ ടു ഒബ്സർവർ ആയിട്ട് ഓർ അവേ ഫ്രം XY ലൈൻ. അതല്ലെങ്കിൽ ഇങ്ങനെ വെക്കാമല്ലോ, നിയറർ ടു ദ അപ്പെക്സ് ഈസ് നിയറർ ടു VP. ഈ 2 രീതിയിൽ നമുക്ക് വെക്കാം. ബിക്കോസ് 2 കേസിലും ആക്സിസിന്റെ ഇൻക്ലിനേഷൻ സെയിം ആണ്. ഓക്കെ, ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല എങ്ങനെ വരണം എന്നുള്ളത്. ചില ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് അവർ പറയുന്നത് അപ്പെക്സ് ഈസ് നിയറർ ടു VP ഓർ അപ്പെക്സ് ഈസ് നിയറർ ടു ഒബ്സർവർ. അങ്ങനെ പറയുമ്പോഴത്തേക്ക് അതുകൂടെ വായിച്ചിട്ട് വേണം അപ്പെക്സ് എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാൻ. ഞാനിപ്പോൾ ഇത് 2 തരാത്തത് കൊണ്ട് ഏത് വേണേൽ ചൂസ് ചെയ്യാം. ഇപ്പൊ സപ്പോസ് എനിക്ക് തോന്നുന്നു അപ്പെക്സ് നമുക്ക് VPയുടെ അടുത്ത് വെക്കാം. ഈ പോയിന്റ് ഞാൻ ഇവിടെ വെക്കുന്നു അപ്പെക്സ്, കാരണം വരക്കാനായിട്ടപ്പോൾ എനിക്ക് കുറച്ച് എളുപ്പം ഉണ്ടാവും. ഓക്കെ, അപ്പെക്സ് ഞാൻ അവിടെ പ്ലേസ് ചെയ്തിട്ട് ബാക്കി സോളിഡിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാണ്. ഓക്കെ, ദെൻ അപ്പെക്സിൽ നിന്ന് C to D വരെയുള്ള ഈ ഡിസ്റ്റൻസ് ഞാൻ എടുക്കുന്നു. ഓക്കെ, ആ ഡിസ്റ്റൻസ് എടുത്തു. അതില് ഒരു പെർപെൻഡിക്കുലർ വരക്കാമല്ലോ, കാരണം ഈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് C to D നിൽക്കുന്നത്. അപ്പോൾ ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ആ ലൈൻ ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഞാൻ വരക്കുന്നു. ഓക്കെ, അതിലെന്ത് മാർക്ക് ചെയ്യാം? എനിക്ക് ഇത് മാർക്ക് ചെയ്യാം. നേരത്തെ ഞാൻ ചെയ്യാറുണ്ടായിരുന്ന പോലെ വേണമെങ്കിൽ റെക്ടാംഗിൾ വരച്ച് അതിനകത്ത് വരക്കാം, ബുദ്ധിമുട്ടൊന്നുമില്ല. ദെൻ ഇയും ബിയും പോകുന്ന ആ ലൈനുകൾ നമുക്ക് ഇവിടുന്ന് വരക്കണം. അത് 2 സെയിം ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഞാൻ ഇവിടുന്ന് അകത്തേക്ക് 2 പോയിന്റ്സ് കൂടെ മാർക്ക് ചെയ്യുന്നു. അത് 2 സെയിം ഡിസ്റ്റൻസ് നിങ്ങൾക്ക് വരക്കുമ്പോഴും വരുവാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് തന്നെ ചെയ്തോളുക. ഓക്കെ, 2 സെയിം പ്രിൻസിപ്പിൾ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നു. ഈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് ആ 2 പോയിന്റിൽ കൂടെ 2 ലൈനുകൾ വരച്ചിരുന്നു. എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ മനസ്സിലാവും. ഞാൻ വരച്ച ലൈനുകൾ ഏതാണ്? ഈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ 2 ലൈനുകളാണ്. 2 അല്ല, മൊത്തം 3 ലൈനുകൾ വരക്കാനുണ്ട് എനിക്ക്. അത് 3 വരച്ചു. ഓക്കെ, ദെൻ ഇവിടെ ഒരു പോയിന്റ് മിസ്സായിട്ടുണ്ട്. ഡോട്ടർ ലൈൻസ് ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. E2 F എന്ന് പറഞ്ഞ ഒരു ഡോട്ടർ ലൈൻ വരാനുണ്ട്, F2 A ഡോട്ടഡ് വരാനുണ്ട്, ആൻഡ് A to B ഡോട്ടഡ് വരാനുണ്ട്. എന്തുകൊണ്ടാണ് ഈ സോളിൽ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏതൊക്കെ വിസിബിൾ ആയിരിക്കും? ഈ ഫേസ്, ഇത് 3 വിസിബിൾ ആയിരിക്കും. താഴത്തെ ഈ 2 വിസിബിൾ അല്ല. A2 F എന്ന് പറയുന്ന റെസ്റ്റ് ചെയ്യുന്ന എഡ്ജ് ഒരു കാരണവശാലും വിസിബിൾ അല്ല. നമുക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, അല്ല മനസ്സിലാക്കാൻ സാധിക്കും.
എ ടു ബി എന്ന് പറയുന്ന ഈ സ്ലാൻഡ് എഡ്ജും വിസിബിൾ അല്ല, കാരണം അതിനെ മറച്ചുകൊണ്ടല്ലേ, അതിനെ ഹൈഡ് ചെയ്തുകൊണ്ട് ഇത് മുകളിൽ വരിക. ഇവിടെ പുറകിലും അതുപോലെ തന്നെ ഇ ടു എഫും വിസിബിൾ അല്ലായിരിക്കും. അപ്പൊ ഇതുപോലെ ഒരു സോളിഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തുകൊണ്ട് വിസിബിൾ ആണ്, എന്തുകൊണ്ട് വിസിബിൾ അല്ല, എന്തുകൊണ്ട് ഡോട്ടഡ് ആയി എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് ഈസി ആയിരിക്കും. ഓക്കെ, സോ ഹിയർ I need to find the points E. E mark ചെയ്യാനുള്ള ഡിസ്റ്റൻസും B മാർക്ക് ചെയ്യാനുള്ളത് മാർക്ക് ചെയ്തു. Then F and A. ഓക്കെ, അതേ പോയിന്റ്സ് തന്നെയായിരിക്കും ഇവിടെ ഡിസ്റ്റൻസ് വരണ്ടേ. ദെൻ നമുക്ക് ജോയിൻ ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം. ക്യൂ സോളിഡ് നമ്മൾ ഇങ്ങനെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ബി ഇവിടെ വരും, ബി ഇവിടെ വരും, സി ഇവിടെ വരും, ഡി ഇ എഫ് എ. അപ്പോൾ ഇ ടു ക്യൂ തിക്കാണ്, ബി ടു ക്യൂ തിക്കാണ്, ബി ടു സി തിക്ക് ലൈൻ, C to D thick line, E to D thick line, and E to F thick dotted. നമുക്ക് പ്രീവിയസ് ഫിഗറിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്തുകൊണ്ട് ഇത് ഡോട്ടഡ് ആയി എന്നുള്ളത്. ഓക്കെ, ദെൻ ഡി ടു സിയും ഡി ടു ക്യൂവും സി ടു ക്യൂവും തിക്ക് ലൈൻസ് രണ്ടെണ്ണം വരാനുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് ഫൈനൽ സ്റ്റേജിലേക്ക് പോവാം. ഇവിടെ രണ്ട് ഡോട്ടർ ലൈൻസ് വരാനുണ്ട്, എഫ് ടു ക്യൂ ആൻഡ് എ ടു ക്യൂ. ബാക്കിലുള്ള സെയിം ഇവിടെ എഫ് ടു ക്യൂ ആൻഡ് എ ടു ക്യൂ. ഓക്കെ, കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് കഴിയും. ഇതിപ്പോ ആക്ച്വലി സംവാദ് ഞാൻ പല കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഈ പോയിന്റ്സ് അതേ ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ പോകാണ്ടിരുന്നത്. അങ്ങനെ പോകാറുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം അല്ല ഈ ഡോട്ടർ ലൈൻസ് തിരിച്ചു വരച്ച് പോകണ്ടേ. ഓഫ് കോഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിനും അങ്ങനെയൊക്കെ സംഭവിക്കാം. കാരണം ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒന്നുകൂടെ ആ ഫിഗർ ഫുള്ളൊന്ന് നോക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ചിലപ്പോൾ അപ്പോൾ നമുക്ക് നമ്മൾ അതുവരെ ഐഡന്റിഫൈ ചെയ്യാണ്ടിരുന്ന ചില തെറ്റുകൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പെൻസിൽ ഞാൻ ഷാർപ്പൺ ചെയ്യാണ്. ഞാൻ എൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് പോകുന്നു. നമുക്ക് ഇവിടുന്ന് ലൈനുകൾ വരക്കണം. അപ്പോൾ ആദ്യത്തെ 3-4 ലൈനുകൾ ഞാൻ ഒരെണ്ണം കറക്റ്റ് പെർപെൻഡിക്കുലർ വരക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്കിനി തെറ്റാണ്ട് ബാക്കി പോയിന്റ്സ് വരക്കാൻ പറ്റും അതിന് പാരലായിട്ട്. ഓക്കെ.